കന്നഡയിലെ ശിരൂരിൽ മണ്ണിനടിയിൽ അർജുൻ എന്ന കോഴിക്കോട് സ്വദേശിയെ കാണാതായിട്ട് ഇന്ന് 9ാം നാൾ. ഉരുകുന്ന മനസ്സുമായുള്ള കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കാത്തിരിപ്പിന് അന്ത്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് രാവിലെയും തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. മലയാളി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ശിരൂരിലെത്തിയിട്ടുണ്ട്. മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ പരിശോധിക്കാൻ കഴിയുന്ന അത്യാധുനിക ഉപകരണങ്ങളുമായാണ് അദ്ദേഹം എത്തുന്നത്. ഡൽഹിയിൽ നിന്നുള്ള 5 സാങ്കേതിക വിദഗ്ധരും ഇന്ദ്രബാലനൊപ്പം ചേരും. 20 മീറ്റർ താഴ്ചയിൽ വരെയുള്ള വസ്തുക്കൾ അതുപയോഗിച്ച് കണ്ടെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെളിയും പാറയുമെന്ന് സിഗ്നൽ ലഭിക്കാൻ തടസ്സമാവില്ല എന്നതാണ് പ്രത്യേകത. കര നാവികസേനകൾക്കൊപ്പം ചേർന്നാണ് തിരച്ചിൽ നടത്തുക. ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ സംഘം ബംഗളൂരുവിലെത്തിയിരുന്നു. ഡൽഹിയിൽ നിന്നാണ് ഉപകരണം എത്തിച്ചേരേണ്ടത്. അത് ബുധനാഴ്ചയോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ശിരൂരിൽ അപകടം നടന്ന മേഖലയിലെ ഭൂപ്രകൃതി വെല്ലുവിളി നിറഞ്ഞതാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഡ്രോൺ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉചിതം. ഡ്രോൺ ഘടിപ്പിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് തങ്ങളുടെ പക്കലുള്ളത്. ഇതുപയോഗിച്ച് സ്കാൻ ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും ഇന്ദ്രബാലൻ പറഞ്ഞിരുന്നു. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മോശം കാലാവസ്ഥ കാരണം ചൊവ്വാഴ്ച ശരിയായ വിധത്തിൽ നടന്നിരുന്നില്ല. മഴയും ഗംഗാവാലി നദിയിലെ കുത്തൊഴുക്കും കാരണം നാവികസേനയുടെ സ്കൂബ ടീമിന് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. റഡാർ ബോട്ടിൽ വെച്ച് നദിയിൽ പരിശോധന നടത്തുകയാണ് ചൊവ്വാഴ്ച ചെയ്തത്. തിങ്കളാഴ്ച കരയിൽ നിന്ന് 40 മീറ്റർ ദൂരെ നദിയിൽ തുരുത്തുരൂപപ്പെട്ട ഭാഗത്ത് സിഗ്നൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും അവിടെ വെള്ളം കൂടിയതോടെ മണ്ണു നീക്കാനായില്ല. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കരയോട് ചേർന്നുള്ള ഭാഗത്ത് 4 തട്ടുകളിലായി മണ്ണു നീക്കി GPR ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും അവിടെയും സൂചനകളൊന്നും കിട്ടിയില്ല. ഗംഗാവാലി പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തു നിന്ന് തന്നെ സോണാർ സിഗ്നലും ലഭിച്ചതും നിർണായകമാണ്. 2 സിഗ്നലുകളും വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ ഇവിടം കേന്ദ്രീകരിച്ചാകും നാവികസേനയുടെ തിരച്ചിൽ. ബുധനാഴ്ച തിരച്ചിലിനായി ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും. ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ്. ISRO നൽകിയ ഉപഗ്രഹ ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലെന്ന് ഉത്തര കന്നഡ കളക്ടർ പറഞ്ഞിരുന്നു. മണ്ണിടിച്ചിലിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു. അപകടത്തിന് മുൻപുള്ള ദൃശ്യങ്ങളിൽ വ്യക്തതയില്ല. എന്നാൽ അപകടശേഷമുള്ള ദൃശ്യങ്ങളിൽ ചില സൂചനയുണ്ട്. ഇതുപ്രകാരമാകും ബുധനാഴ്ചത്തെ തിരച്ചിലെന്നും കളക്ടർ പറഞ്ഞു. സൈന്യവും റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. പുഴയിൽ നിന്ന് ഇന്നലെ സ്ത്രീയുടെ മൃതദേഹവും കിട്ടിയിരുന്നു. കുന്നിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കരയിലേക്കും വെള്ളം ഇരച്ചു കയറിയപ്പോൾ കാണാതായ സന്നി ഹനുമന്താഗൌഡയുടെ മൃതദേഹമാണ് 4 കിലോമീറ്റർ അകലെ മഞ്ജുഗുണി ഗ്രാമത്തിൽ നിന്ന് ലഭിച്ചത്. സന്നി മണ്ണിനടിയിലായെന്ന് കരുതിയിരിക്കെയാണ് മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത്. 16 രാവിലെ 8:30 ശിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവാലി പുഴയിലേക്കുമായി വീണത്. അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തിരച്ചിലുകളിൽ ഒന്നും ഫലം കണ്ടില്ല. ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തിരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. റഡാർ പരിശോധനയിൽ പുഴയിൽ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു. ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് സൈന്യം പരിശോധന തുടരും. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയും കുത്തൊഴുക്കും തിരച്ചിലിന് തടസ്സമാകുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.